അഗ്നിപഥ് പദ്ധതിക്കെതിരെ കടുത്ത എതിർപ്പുകൾ നിലനിൽക്കെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിലേറെ പ്രതീക്ഷയിലാണ് പ്രതിരോധ മേഖല. പെൻഷൻ ബാധ്യതകൾ സാങ്കേതികവൽക്കരണത്തിന് തടസ്സമാകരുതെന്നും 6 ലക്ഷം കോടിയിലേറെ രൂപ മേഖലയ്ക്കായി ബജറ്റിൽ വകയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിരോധ വിദഗ്ധൻ കേണൽ DPK പിള്ള പറയുന്നു. അഗ്നിവീർ പദ്ധതിയുടെ റിക്രൂട്ട്മെന്റ് രീതിയും യോഗ്യതകളും മാറ്റേണ്ടതാണെന്നും കേണൽ പിള്ള 24നോട് പറഞ്ഞു. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് വിഹിതത്തിലുണ്ടാകുന്ന ക്രമാനുഗത വർധനവ് ഈ ബജറ്റിലും പ്രതിഫലിക്കുമെന്നും 6 ലക്ഷം കോടിയിലേറെ നീക്കിയിരിപ്പ് ഉണ്ടാകുമെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ലോക സാഹചര്യങ്ങൾ പരിഗണിച്ച് സാങ്കേതികവൽക്കരണത്തിനും ഹൈടെക് ആയുധങ്ങൾ ശേഖരിക്കുന്നതിനും കൂടുതൽ പണം വകയിരുത്തണമെന്ന് റിട്ടയർഡ് കേണൽ DPK പിള്ള. So what India has to invest is in high-tech modernization, in Air Force and Navy modernization. So it is very important that the budget allocates. It's not that armed forces ne responsibility matralla in nation defense. It is a whole of nation. Make in India, global buy and make in India. It is also to look at futuristic technology. Adil invest cheyadam. Adu very important. Ee budget la India allocation kodutittilengil people cannot. Even the private sector has to be encouraged. അതിർത്തി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം നിർമ്മിത ബുദ്ധിയിലെ ഭാവി മുൻനിർത്തിയുള്ള നിക്ഷേപങ്ങളും ഉണ്ടാകണം. പെൻഷൻ ബാധ്യതകൾക്ക് അഗ്നിവീർ പദ്ധതി പരിഹാരമല്ല. കാർഗിൽ റിവ്യൂ കമ്മിറ്റി ശുപാർശയനുസരിച്ച് പദ്ധതിയുടെ റിക്രൂട്ട്മെന്റ് രീതിയും യോഗ്യതകളും മാറ്റേണ്ടതായിരുന്നുവെന്നും കേണൽ DPK പിള്ള പറഞ്ഞു. You cannot say it is the armed forces responsibility alone to modernize and to buy, to modernize you have to sacrifice your thing. It is not. Agniveer scheme elam, while it is interesting to understand that Agniveer is intended to cut the thing and there are quotas being allocated, but it is not the solution. So I think that this has to be borne in mind. അതിർത്തികളിലെ വെല്ലുവിളി തുടരുന്നു. പ്രതിരോധ മേഖലയിൽ ഘടനാപരമായ മാറ്റങ്ങളും ആധുനികവൽക്കരണവും നടപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഈ ഘട്ടത്തിൽ മുൻ പ്രതിരോധ മന്ത്രി കൂടിയായ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രതിരോധ മേഖല ഉറ്റുനോക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.